എല്ലാവർക്കും ദർശന അക്കാഡമിയുടെ കീമസ് ഓൺ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? +1-ലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ് സ്ട്രെയിറ്റ് ലൈൻസും കോണിക് സെക്ഷൻസും. എളുപ്പമാണോ ഈ ഒരു രണ്ട് ചാപ്റ്റർ? കുറച്ച് എളുപ്പമാണ് അല്ലേ? ഫോർമുലാസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാമെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ്. 2022-ൽ സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്നും 5 ക്വസ്റ്റ്യനാണ് കീമിന് ചോദിച്ചിട്ടുള്ളത്. കോണിക് സെക്ഷനിൽ നിന്നായിക്കോട്ടെ 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് അല്ലേ? അതുപോലെ 23-ൽ 9 ക്വസ്റ്റ്യൻസ് ഫ്രം സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് 7 ക്വസ്റ്റ്യൻസ് ഫ്രം കോണിക് സെക്ഷൻസ്. 2024 വന്നപ്പോൾ ഒരു ഇച്ചിരി എണ്ണം കുറഞ്ഞു. ചിലപ്പോൾ ഈ വർഷം എന്താകാം, കുറച്ചെണ്ണം കൂടുതൽ ചോദിക്കാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിക്കണം. അപ്പോൾ അതിനായിട്ട് എന്നാ ചെയ്യണം? നമുക്ക് ആദ്യം ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അതിനുശേഷം ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും കീമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കാവേ. സ്ട്രെയിറ്റ് ലൈൻ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിച്ചത് നേരത്തെ, അതായത് 10th-ലൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു ഡിസ്റ്റൻസ് ഫോർമുല. അതൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തായിരുന്നു അല്ലേ? അതായത് ഡിസ്റ്റൻസ് ഫോർമുല എന്തായിരുന്നു? 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് √(x2 - x1) the whole square plus y2 - y1 the whole square എന്നായിരുന്നു അല്ലേ? അതേപോലെ തന്നെ സെക്ഷൻ ഫോർമുലയും നിങ്ങൾ പഠിച്ചായിരുന്നു, ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി. ഒരു ലൈൻ സെഗ്മെന്റിനെ ഒരു പോയിന്റ് m:n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുവാണ്. 2 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 2 അല്ല 3 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സ്റ്റേണലി, ഒന്ന് ഇന്റേണലി, ഒന്ന് അറ്റ് ദ മിഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? യൂസിങ് സെക്ഷൻ ഫോർമുല. സോ ഇന്റേണലി ആണെങ്കിൽ ആ ഇക്വേഷൻ എന്താണ്? mx2 + nx1 / m + n ആണ്. my2 + ny1 ഡിവൈഡഡ് ബൈ m + n ആണ്. അതായത് എക്സ്റ്റേണലി ആണെങ്കിൽ നെഗറ്റീവും ഇന്റേണലി ആണെങ്കിൽ പോസിറ്റീവും വരും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണലിയുടെ ഇക്വേഷനും കൂടെ നോക്കിയേ. mx2 - nx1 ഡിവൈഡഡ് ബൈ m - n and my2 - ny1 ഡിവൈഡഡ് ബൈ m - n. If the point divides the line segment at the midpoint, അപ്പോൾ റേഷ്യോ എന്തായിട്ട് മാറും? m:n എന്ന് പറഞ്ഞ റേഷ്യോ 1:1 ആകും അല്ലേ? അപ്പം നമ്മളുടെ ആ ഇന്റേണലി എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? അവിടുത്തെ എമ്മും എന്നും 1 ആയിട്ട് മാറിയാൽ ആ ഡിവൈഡ് ചെയ്ത പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? x1 + x2/2 y1 + y2/2 എന്നാകും അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് സെൻട്രോയിഡ് ഓഫ് എ സർക്കിൾ. അതും നമ്മൾ എന്താണ് 10th-ലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് സെൻട്രോയിഡ്. എന്താണ് ആദ്യമേ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ? ഒരു ട്രയാങ്കിള്, അതിൻ്റെ ഓരോ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റിനെ പറയുന്ന പേരെന്താണ്? മീഡിയൻ ആണ് അല്ലേ? അങ്ങനെ 3 വെർട്ടെക്സിൽ നിന്നും ഇതുപോലെ മീഡിയൻ വരയ്ക്കുമ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ട് അല്ലേ? ആ കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രോയിഡ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസ് അറിയാം, അതിൻ്റെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ സെൻട്രോയിഡ് കാണുന്നത് എങ്ങനെയാണ്? x1 + x2 + x3/3 y1 + y2 + y3/3 എന്നാണ് അല്ലേ? ഓക്കെ, അതിനുശേഷം നമ്മൾ പുതിയതായിട്ട് പഠിച്ചത് എന്താണ്? +1-ൽ പുതിയതായിട്ട് പഠിച്ച ആദ്യത്തെ ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ സ്ലോപ്പ്. എന്താണ് മക്കളെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീപ്നെസ് എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ ആ സ്റ്റീപ്നെസ്, ഇപ്പോൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിലുള്ള 2 പോയിന്റ്സ് തന്നിരിക്കുക, x1 y1 ആൻഡ് x2 y2 എന്ന് പറഞ്ഞ് തന്നിരിക്കുക. അപ്പോൾ ആ സ്റ്റീപ്നെസ് അല്ലെങ്കിൽ ആ സ്ലോപ്പ് കാണുന്നത് എങ്ങനെയാണ്? സ്ലോപ്പ് ഡിനോട്ട് ചെയ്യുന്നത് m എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് m = സ്ലോപ്പ് കാണുന്നത് എങ്ങനെ? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 എന്ന് പറയും. അല്ലെങ്കിലോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx എന്നും പറയാം. അല്ലെങ്കിലോ m = tan θ എന്നും പറയാം. വേർ θ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലിനേഷൻ ആണ്. ഇൻക്ലിനേഷൻ ഓഫ് ദ
ലൈൻ സെഗ്മെൻറ്റ് വിത്ത് എക്സ് ആക്സിസ്, ഓക്കെ, തീറ്റ. സോ ഇതിൽ ഏത് ഫോർമുല വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്താണെന്ന് ക്ലിയർ ആയി. ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് സ്ലോപ്സ് ഉണ്ടെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്സ് ഉണ്ടെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഫോർമുല ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ, അതായത് പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്, m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. ഇനി ഇവിടെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഉണ്ട്. എന്തായിരുന്നു മക്കളെ? രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ലോപ്പിനെ കുറിച്ച് എന്ത് പറയാം? ആ രണ്ട് ലൈൻസിൻ്റെയും സ്ലോപ്സ് ഈക്വൽ ആണെന്ന് പറയാം. അതേപോലെ തന്നെ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ആ രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു -1. അതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇഫ് ദ ലൈൻസ് ആർ പാരലൽ ദെൻ m1 ഈസ് ഈക്വൽ ടു m2 ആൻഡ് ഇഫ് ദേ ആർ പെർപെൻഡിക്കുലർ m1 ഇൻറ്റു m2 ഈസ് ഈക്വൽ ടു -1. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനായിട്ടുള്ളത്. അതായത് ഒരു പോയിന്റും തന്നിട്ടുണ്ട്, ഒരു ലൈനും തന്നിട്ടുണ്ട്. ആ ലൈനിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്, ഒരു പോയിന്റും തന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ദ ലൈൻ എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. സിമിലർലി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് ആണെങ്കിലോ, രണ്ട് പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കുന്നത് ഏത് ഫോർമുല വെച്ചിട്ടാണ്? രണ്ട് ലൈൻസിൻ്റെയും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തരും, ദാറ്റ് ഈസ് ax പ്ലസ് by പ്ലസ് c1 ആൻഡ് ax പ്ലസ് by പ്ലസ് c2. നമുക്കറിയാം രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? സോ ആ കോൺസ്റ്റൻസി മാത്രമേ വേരിയേഷൻ വരത്തുള്ളൂ, അതുകൊണ്ടാണ് c1 c2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ absolute value of c1 minus c2 divided by root of a square plus b square എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്ലോപ്പ്, അതുപോലെ പോയിന്റ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നിരിക്കുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? അതായത് നമുക്ക് പല രീതിയിൽ ഇൻഫർമേഷൻസ് തരും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഇൻഫർമേഷൻസ് തന്നാൽ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എഴുതാമെന്ന് പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്താലോ? ആദ്യത്തേതാണ് സ്ലോപ്പും തന്നിട്ടുണ്ട്, അതുപോലെ ഇൻ്റർസെപ്റ്റും തന്നിട്ടുണ്ട്. ഇപ്പോൾ y ഇൻ്റർസെപ്റ്റാണ് തന്നിട്ടുണ്ടെങ്കിൽ ഫോർമുല എന്തായിരുന്നു? y ഈസ് ഈക്വൽ ടു mx പ്ലസ് ബി എന്നായിരുന്നു അല്ലേ? വേർ m എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ലോപ്പായിരുന്നു. അടുത്തത് എന്തായിരുന്നു? കണ്ടീഷൻ ഇതാണ്, സ്ലോപ്പും തന്നിട്ടുണ്ട്, അതേപോലെ ഒരു പോയിന്റും തന്നിട്ടുണ്ട്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ x1 y1 ആണ്, സ്ലോപ്പ് m ആണെങ്കിൽ ഫോർമുല എന്താണ് മക്കളെ? y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1, വേർ x1 y1 എന്ന് പറയുന്ന പോയിന്റ് ആണ്, m എന്ന് പറയുന്നത് സ്ലോപ്പും ആയിരിക്കും. അടുത്ത ഇൻഫർമേഷൻ ഇതാണ്, ഒരു ലൈനിൻ്റെ രണ്ട് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്, അതായത് x1 y1 x2 y2 ആണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ കാണുന്നത്? അതായത് ഇങ്ങനെയാണ്, y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ m എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇഫ് ടു പോയിന്റ്സ് ആർ ഗിവൺ, ദാറ്റ് ഈസ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1. ആ ഇക്വേഷൻ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഇൻഫർമേഷൻ, രണ്ട് ഇൻ്റർസെപ്റ്റ് വന്നിരിക്കുക, അതായത് ലൈൻ എക്സിലും എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ആ പോയിന്റ് തന്നിരിക്കുകയാണ്. എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും തന്നാൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കുന്നത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ജനറൽ ഇക്വേഷൻസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ്? ax പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു സി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എന്നാൽ നമുക്ക് ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്താലോ? ഇതെല്ലാം കീമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ പോരാ, ഇതോടൊപ്പം തന്നെ കൂടുതലും ഒത്തിരി
ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. The equation of the straight line passing through the point 1, 1 and perpendicular to the line. അപ്പം ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ആണ് ഇവിടുത്തെ ചോദ്യം. ആ ലൈനിലുള്ളൊരു പോയിന്റ് തന്നിട്ടുണ്ട്. സോ x1 y1 തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ടോ? സ്ലോപ്പ് ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷേ ആ ലൈൻ പെർപെൻഡിക്കുലർ ടു അനദർ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം രണ്ട് ലൈൻസ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം ഈ പെർപെൻഡിക്കുലർ ലൈൻ ഒന്ന് നോക്കിയാൽ x + y = 5 which is equal to y = -x + 5 എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്കറിയാം y = mx + c ആണെന്നറിയാം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് m1 എഴുതാം. m1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? -1 എന്ന് പറഞ്ഞ് കിട്ടി. അതായത് ഒരു ലൈനിൻ്റെ സ്ലോപ്പ് -1 എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വി നോ ദാറ്റ് m1 m2 is equal to -1, which implies m2 is equal to -1 divided by -1. Answer is 1. സോ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ സ്ലോപ്പും കിട്ടി. ഇനി ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല എന്തായിരുന്നു? ഒരു സ്ലോപ്പും ഒരു പോയിന്റും തന്നിട്ടുണ്ടെങ്കിൽ y - y1 is equal to m into x minus x1 ആണ് അല്ലേ? അതങ്ങോട്ട് എഴുതിക്കേ. y - y1 is equal to m into x minus x1. y - y1 എത്രയാണ്? 1 ആണ്. m എത്രയാണ്? 1. ദെൻ x minus x1ഉം 1 ആണ്. എന്ത് കിട്ടും മക്കളെ? -1 രണ്ട് സൈഡിലേയും പോയി. x - y is equal to 0 എന്ന് കിട്ടി. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ്സ് നന്നായിട്ട് അറിയാമെങ്കിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ ഇന്റർസെക്റ്റിംഗ് ദ കോർഡിനേറ്റ് ആക്സിസ് x ആൻഡ് y ആർ റെസ്പെക്റ്റീവ്ലി 1 and 2. അതായത് ഒരു ലൈൻ അതിൻ്റെ x ആക്സിസിനെയും y ആക്സിസിനെയും ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാമല്ലോ ഫോർമുല x/a + y/b = 1 എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ x ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്, y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. x/1 + y/2 = 1. LCM എടുത്തേ. 2x + y ഹോൾ ഡിവൈഡഡ് ബൈ 2. അത് ഇപ്പുറത്തോട്ട് വരുമ്പം 2 ആവും അല്ലേ? സോ 2x + y = 2 എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ passing through the point -9, 5 and parallel to the line. അപ്പം നമ്മൾ തുടക്കം കണ്ട അതേപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ പാരലൽ ആണ്. അത് നമ്മൾ എന്തായിരുന്നു ചെയ്തത്? പെർപെൻഡിക്കുലർ ആയിരുന്നു അല്ലേ? അപ്പോൾ പാരലൽ ആണെങ്കിൽ രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്സ് എന്തായിരിക്കും? സ്ലോപ്സ് ഈക്വൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലൈനിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അതിനായിട്ട് എന്നാ ചെയ്യണം? y = mx + c ഫോമിൽ ഒന്ന് അറേഞ്ച് ചെയ്തേ. അങ്ങനെ എഴുതുമ്പം 13y = 5x - 19, y = 5/13 x - 19/13. അതിൽ നിന്ന് m1 എത്ര കിട്ടി മക്കളെ? 5/13 എന്ന് കിട്ടി. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു m2 തന്നെയാണ്. കാര്യം എന്താണ്? 2 ലൈൻസ് ആർ പാരലൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഒരു പോയിന്റും തന്നിട്ടുണ്ട്, ഒരു സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ ഫോർമുല എന്താണ്? ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് y - y1 = m into x minus x1 ആണ്. സോ പോയിന്റ്സ് y - 5 = 5/13 x + 9 എന്ന് വരും. അപ്പോൾ അതിൻ്റെ LCM ഒക്കെ ഒന്ന് എടുത്തേ. LCM എടുക്കുമ്പോഴത്തേന് 13 into y - 5 = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 13 into y - 5 = 5 into x + 9 എന്ന് എഴുതാം. 13y - 65 = 5x + 45.
നിങ്ങൾ ഓപ്ഷനിലോട്ടും കൂടെ നോക്കണം. 5x മൈനസ് എന്നതാണ്. അപ്പോൾ 13y ബാക്കിയുള്ളതിനെല്ലാം എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവുക. 5x മൈനസ് 13y പ്ലസ് 65 പ്ലസ് 45 ഇസ് ഈക്വൽ ടു 0. 5x മൈനസ് 13y 65 പ്ലസ് 45 എന്ന് പറയുമ്പം 110 ആണ് അല്ലേ. സോ പ്ലസ് 110 ഇസ് ഈക്വൽ ടു 0. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The line y is equal to 5x plus 7. So mx plus c ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. Is perpendicular to the line joining the points 2, 12 and 12k. Then the value of k is equal to. അപ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത് മക്കളെ, ഒരു ലൈൻ തന്നിട്ടുണ്ട്. സോ y is equal to 5x plus 7 എന്നാണ്. അതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് എഴുതാം. m1 is equal to 5 എന്ന് എഴുതി. ഇനി എന്നാ പറഞ്ഞിരിക്കുന്ന, ഈ ലൈൻ പെർപെൻഡിക്കുലർ ടു എ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ്. ആ ഒരു ലൈനിൻ്റെ 2 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ലൈനിൻ്റെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കാണാൻ അറിയാമല്ലോ. സോ സ്ലോപ്പ് ഓഫ് ലൈൻ m2 is equal to y2 minus y1 divided by x2 minus x1. k minus 12 divided by 12 minus 2 k minus 12 by 10 എന്ന് കിട്ടി. അപ്പോൾ m2-നൊരു ഫോർമുല നമുക്ക് കിട്ടി. k minus 12 by 10 എന്ന് കിട്ടി. If two lines are perpendicular, m1 into m2 is equal to -1. So m1 5 ആണ് into k minus 12 by 10 is equal to -1. 5 ഉം 10 ഉം തമ്മിൽ ക്യാൻസൽ ആയി, 2 ആയി. സോ k minus 12 is equal to -2. k is equal to 12 minus 2. Answer is 10. ഓപ്ഷൻ ഇ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലും സ്ലോപ്സിൻ്റെ റിലേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് സ്ട്രേറ്റ് ലൈൻസിൽ നിന്ന്. അപ്പോൾ ആ റിലേഷൻ നിങ്ങൾ മറന്നു പോകല്ല. ഇഫ് 2 lines are perpendicular, then m1 into m2 is equal to -1. If 2 lines are parallel, m1 is equal to m2 എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കുക. ഓക്കെ. അടുത്ത ചാപ്റ്റർ ആണ് കോണിക് സെക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്ത് സെക്ഷൻസ് ഏതൊക്കെയാണെന്ന്, അതായത് കോണിക് സെക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയായിരുന്നു കോണിക് സെക്ഷൻസ് നമ്മൾ പഠിച്ചത്? സർക്കിൾ പഠിച്ചു, ദെൻ പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. ഈ ഓരോ സെക്ഷനിലും എന്താണ് ഇക്വേഷൻ ഓഫ് കോണിക് സെക്ഷൻ പഠിച്ചു, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അതുപോലെ സെൻറ്റർ കാണാനായിട്ട് ഫോക്കസ്, വെർട്ടെക്സ്, ലാറ്റസ് റെക്റ്റം, എസെൻട്രിസിറ്റി, ദെൻ ആക്സിസ് ആണെങ്കിൽ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ അതെല്ലാം മറന്നു പോയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ. അപ്പോൾ 4 സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഓരോ സെക്ഷൻസിൻ്റെയും സ്റ്റാൻഡേർഡ് ഫോർമുല ഒന്ന് ആദ്യം നോക്കിയാലോ. ഇപ്പോൾ സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്താണ്? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പം നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിനകത്ത് എല്ലാം എച്ചും കെയും ഒക്കെ വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഇക്വേഷനകത്ത്. അപ്പോൾ ഈ എച്ചും കെയും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? സെൻറ്റർ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓരോ കോണിക് സെക്ഷൻ്റെയും സെൻറ്ററിനെയാണ് ഈ എച്ച് കെ എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൂടുതലും NCERT പഠിച്ചിട്ടുള്ളത് സെൻറ്റർ ഈസ് അറ്റ് ഒറിജിൻ, അതായത് എച്ച് കെ എന്ന് പറയുന്നത് 0, 0 ആയിട്ടുള്ളതാണ്. ചിലപ്പോൾ സെൻറ്റർ വേറെ പോയിന്റ് വേണമെങ്കിലും തരാം. അപ്പോൾ അങ്ങനെ തരുവാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല പഠിച്ചു വെച്ചാൽ. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുല എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റേഡിയസ് സ്ക്വയർ ആണ്. എച്ച് കെ എന്ന് പറയുന്ന സെൻറ്റർ ആണ്. ഇനിയും എച്ച് കെ ദാറ്റ് ഈസ് സർക്കിൾ ഈസ് അറ്റ് ദ
സെൻറ്റർ ഈസ് അറ്റ് ദ ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ എച്ച് കെ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? x² + y² = r² ആണ് അല്ലേ? ഇനി പരാബോളയുടെ ഏതൊക്കെ കേസ് ഉണ്ടായിരുന്നു? ശരിക്കും 4 കേസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നുണ്ട് ഓരോന്നും എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അതുപോലെ എലിപ്സ് വരുമ്പോഴും 2 ടൈപ്പ് ഉണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസും ഉണ്ട്, വെർട്ടിക്കൽ ആക്സിസിൻ്റെ ഉണ്ട്. ഹൈപ്പർബോളയും 2 ടൈപ്പ് ഉണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. അപ്പോൾ ഓരോന്നും നോക്കിയാലോ? സ്റ്റാൻഡേർഡ് ഫോർമുല ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആദ്യം സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്തായിരുന്നു? x - h² + y - k² = റേഡിയസ് സ്ക്വയർ. എച്ച് കെ എന്ന് പറയുന്നത് സെൻറ്റർ. ഇഫ് എച്ച് കെ എന്ന് പറയുന്നത് is at the origin, then ഫോർമുല എന്തായിട്ട് മാറും? x² + y² = r² ആയിട്ട് മാറും. അതായത് ഇപ്പോൾ സപ്പോസ് റേഡിയസ് ഒക്കെ തന്നിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇക്വേഷൻ തന്നിട്ട് അതിനകത്തുനിന്ന് ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യമൊക്കെ ചോദിക്കാം. അടുത്തത് നിങ്ങൾ പഠിച്ചതാണ് പരാബോള അല്ലേ? പരാബോള എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു? 4 ടൈപ്പ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? right-handed parabola, then left-handed parabola, upward parabola, then downward parabola. അങ്ങനെ 4 ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഈ റൈറ്റ് ഹാൻഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y² = 4ax. ലെഫ്റ്റ് ആണെങ്കിലോ y² = -4ax. then upward ആണെങ്കിൽ x² = 4ay and downward ആണെങ്കിൽ x² = -4ay. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു. ഇതിൻ്റെ വെർട്ടെക്സ് ഓൾവേസ് 0 0 ആണ്. ഫോക്കസ് ആണ് അടുത്ത ചോദ്യം. ഫോക്കസ് വരുമ്പോഴത്തേന് ഈ ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് ലെഫ്റ്റും റൈറ്റും ആണെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത് ± a0 ആയിരുന്നു. ഫോക്കസ് ± a0 ആയിരുന്നു റൈറ്റ് ഓർ ലെഫ്റ്റ് വരുമ്പോൾ. അടുത്തതോ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് വരുമ്പോഴത്തേന് 0 ± a ആണ്. അപ്വേർഡ് ഓർ ഡൗൺവേർഡ് വരുമ്പോൾ. പിന്നെ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് ലാറ്റസ് റെക്റ്റം ആണ്. എന്തായിരുന്നു ലാറ്റസ് റെക്റ്റം? ഒരു പരാബോളയുടെ ഫോക്കസിൽ കൂടെ ഒരു ലൈൻ സെഗ്മെൻറ്റ് പാസ് ചെയ്യുവാണ്. വെറും ലൈൻ സെഗ്മെൻ്റ് അല്ല, പെർപെൻഡിക്കുലർ ആണത്. അതിൻ്റെ എൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ആ പരാബോളയിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആ ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 times a ആണ്. ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് = 4a എന്നാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഡയറക്ട്രിക്സ് ആണ്. ഡയറക്ട്രിക്സ് നിങ്ങൾക്ക് അറിയാം, x = -a ആയിരിക്കും റൈറ്റ് ഹാൻഡഡ് പരാബോള ആവുമ്പം. ലെഫ്റ്റ് ഹാൻഡഡ് പരാബോള ആവുമ്പം x = +a. ദെൻ അപ്വേർഡ് ആവുമ്പോൾ y = -a. ദെൻ ഡൗൺവേർഡ് ആവുമ്പം y = a. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നോക്കിയതാണ് എലിപ്സ്. എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? 2 ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ? അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് അതിൻ്റെ മേജർ ആക്സിസ്, അതായത് എക്സ് ആക്സിസ് ആണ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ് വൈ ആക്സിസ്. ആ മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. സോ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a എന്നും ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b എന്നും പഠിച്ചു. അപ്പോൾ ചിലപ്പോൾ ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് ഡയമെൻഷൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് ABC ഒക്കെ തന്നിട്ട്, അല്ലെങ്കിൽ ഫോസയോ വെർട്ടീസ് അതൊക്കെ തന്നിട്ട് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് വേണമെങ്കിലും ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ആദ്യം എന്ത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് എലിപ്സ് ആണെന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. സോ x² / a² + y² / b² = 1 ഉണ്ട്. പിന്നെ അടുത്ത ഏതാണ്?
എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഇക്വൽ ടു 1 ഉണ്ട്. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നാണെങ്കിൽ മേജർ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിരിക്കും. അതേസമയം എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നാണെങ്കിൽ അവിടെ മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഏതാണ്? വൈ ആക്സിസ് ആയിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ഓർക്കുക. ഇനിയും എ ബി സി ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതും തെറ്റിപ്പോകല്. എലിപ്സിന് വരുമ്പം സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. പക്ഷേ പാരാബോളയുടെ കേസിൽ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. എലിപ്സ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഹൈപ്പർബോള പരാബോള അല്ല ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ വരുമ്പോൾ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് കേട്ടോ. അപ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിക്കുക. ദെൻ ഫോസൈ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സി 0 ആയിരിക്കും മേജർ ആക്സിസ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ. ഇനി 0 പ്ലസ് ഓർ മൈനസ് സി ആയിരിക്കും മേജർ ആക്സിസ് വൈ ആക്സിസ് ആണെങ്കിൽ. അതേപോലെ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് A0 ആയിരിക്കും. എന്ത്? ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ എക്സ് ആക്സിസ് ആണ് മേജർ ആക്സിസ് എങ്കിൽ. വൈ ആക്സിസ് ആണ് മേജർ ആക്സിസ് എങ്കിൽ 0 പ്ലസ് ഓർ മൈനസ് എ ആയിരിക്കും. സോ കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ, കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടെക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? 2b²/a. അതുപോലെ എസെൻട്രിസിറ്റി, ഇതെല്ലാം പ്രോപ്പർട്ടീസ് ഓഫ് എലിപ്സ് ആണ്. എസെൻട്രിസിറ്റി അതിൻ്റെ എന്തായിരുന്നു? E is equal to c/a. ദെൻ സിയും എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. വേറെ എന്താണ്? ഇക്വേഷൻ ഓഫ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. അടുത്ത കോണിക് സെക്ഷൻ ആണ് ഹൈപ്പർബോള അല്ലേ. അപ്പോൾ എലിപ്സുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് ഈ ഹൈപ്പർബോളയുടെ പഠിക്കാവുള്ള നല്ല സിമിലാരിറ്റി ഉണ്ട് പല കാര്യത്തിനും. ഇതും 2 ടൈപ്പ് തന്നെ ഉണ്ട്. ഏതാണ്? ഹൊറിസോണ്ടലും ഉണ്ട് വെർട്ടിക്കലും ഉണ്ട് അല്ലേ. എക്സ് ആക്സിസ് ആണ് മേജർ ആക്സിസ്. ഇവിടെ ആ മേജർ ആക്സിസിന് പറയുന്ന വേർഡ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നാണ്. മൈനർ ആക്സിസിന് പറയുന്ന പേര് കോഞ്ചുഗേറ്റ് ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ് എന്നായിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. മേജർ ആക്സിസ് തന്നെയാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, മൈനർ ആക്സിസ് തന്നെയാണ് കോഞ്ചുഗേറ്റ് ആക്സിസ്. സോ എക്സ് ആക്സിസ് ആണ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എങ്കിൽ ഹൊറിസോണ്ടൽ ഹൈപ്പർബോളയാണ്. ആ കേസിലെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ മൈനസ് ആണ് വരുന്നത്. എലിപ്സിൻ്റെ കേസിൽ പ്ലസ് ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ടൈപ്പാണ്. അതായത് വൈ ആക്സിസ് ആണ് അവിടുത്തെ ട്രാൻസ്വേഴ്സ് ആക്സിസ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ആക്സിസ് ആണ്. ആ കേസിൽ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു എ സ്ക്വയർ ബി സ്ക്വയർ മാറുന്നില്ല, എക്സും വൈയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. അതായത് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നാണ്. ഇവിടെ സിയും എയും ബിയും തമ്മിലുള്ള റിലേഷനുണ്ട്. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ്. അത് തെറ്റിപ്പോകല്ല. ദെൻ തൊട്ട് മുന്നേ എലിപ്സിൻ്റെ പഠിച്ച പോലെ തന്നെ ഇവിടെയും നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ ഉണ്ട്, കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടെക്സ് ഉണ്ട്. ദെൻ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ്, എസെൻട്രിസിറ്റി എല്ലാം സെയിം തന്നെയാണ് c/a. ദെൻ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b²/a തന്നെയാണ്. ചെറിയ വ്യത്യാസം വരുന്നത് സ്റ്റാൻഡേർഡ് ഫോർമുലയിലും അതുപോലെ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്നുള്ളതിലുമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പം എലിപ്സ് ഹൈപ്പർബോള കമ്പയർ ചെയ്ത് പഠിക്കുക. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് a/e. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഓരോന്നും കമ്പയർ ചെയ്ത് ഓരോ കോണിക് സെക്ഷൻ്റെയും കമ്പയർ ചെയ്ത്, കാര്യം നമുക്കൊരു തെറ്റിപ്പോകാനായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുവാണെങ്കിൽ തെറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓരോന്നിൻ്റെയും കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയ ഫിഗർ മനസ്സിലാക്കി ഏതാണ് ഓരോ ആക്സിസ്, എന്താണ് ഓരോ പോയിൻ്റ്, അതൊക്കെ നന്നായിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ അത് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ എന്നാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയാലോ. ഇഫ് ദ പോയിന്റ് 2k ലൈസ് ഓൺ ദ സർക്കിൾ x - 2 the whole square plus
y plus 1 the whole square is equal to 4, then the value of k is. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് തന്നിരിക്കുന്നത്. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇസ് പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയും. ഇതിലെ സർക്കിളിലുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2k. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കാണാനായിട്ടാണ് ചോദ്യം. അപ്പം ആദ്യം നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് എഴുതാം. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. അതിനർത്ഥം സർക്കിളിൻ്റെ ഇക്വേഷനിലെ എക്സും വൈയും അത് സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് അല്ലേ. സോ എക്സിനും വൈക്കും പകരം നമ്മളിവിടെ എന്നാ ഇട്ട് കൊടുത്തു? 2k എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ പുട്ട് 2k ഇൻ ദ ഗിവൺ ഇക്വേഷൻ. അപ്പോൾ എന്താകും? 2 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് k plus 1 the whole square is equal to 4. 2 minus 2 the whole square is 0. K plus 1 the whole square is equal to 4. That is k plus 1 is equal to plus or minus 2 എന്ന് പറഞ്ഞു കിട്ടും അല്ലേ. അപ്പോൾ kക്ക് രണ്ട് വാല്യൂസ് ആണ് ഇവിടെ വരുന്നത്. സോ k plus 1 is equal to 2 and k plus 1 is equal to minus 2. k is equal to 1 and k is equal to minus 3. 1ഉം -3 ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. അപ്പം ചിലപ്പം നമ്മൾ ധൃതിക്ക് എന്താണ്, ചിലപ്പോൾ ഒരു വാല്യൂസേ ഇടത്തുള്ളൂ. അപ്പോൾ കെക്ക് ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. k plus 1 the whole square is equal to 4 ആണെങ്കിൽ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 2 എന്നും കൂടെ എടുത്തോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എക്സ്പാൻഡ് ചെയ്തേക്കുന്ന മാറ്റി നമുക്കതിനെ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസും സെൻറ്ററും ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ സ്ക്വയർ. എച്ച് കെ സെൻറ്റർ ആണെന്നും ആർ എന്ന് പറഞ്ഞ റേഡിയസ് ആണെന്നും അറിയാം. സോ ആ ഒരു ഫോമിലോട്ട് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 4y മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എങ്ങനെ ആയിരുന്നു നമ്മളതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുവരുന്നത്? എക്സിൻ്റെ ടേംസ് എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചെഴുതി അല്ലേ, വൈയുടെ ടേംസ് എല്ലാം കൂടെ ഒന്നിച്ചെഴുതി, കോൺസ്റ്റൻസും ഒന്നിച്ചെഴുതി. ഇനി എന്താണ് ചെയ്തത്? ഇത് നോക്കുമ്പോൾ എക്സിൻ്റെ ടേംസ് നോക്കുമ്പം എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ ഹാഫ് എടുക്കുക. എന്നിട്ട് എന്നാ ചെയ്യണം? അതിൻ്റെ സ്ക്വയറും കൊണ്ട് ആഡും സബ്ട്രാക്റ്റും ചെയ്യുന്നു. ആ ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്നാണ് പറയുന്നത് അല്ലേ. സോ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിട്ട് എന്നാ ചെയ്യണം? ഈ കോൺസ്റ്റൻ്റ് ഒരു -4 അവിടെ ഓൾറെഡി കിടപ്പുണ്ട്. സോ അവിടെ നമ്മൾ 1 സ്ക്വയർ പ്ലസ് ആണ് ചെയ്തത്, അതിനെ -1 കൂടെ ഇവിടെ ചെയ്യണം അല്ലേ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡൊക്കെ നമ്മൾ 10 തൊട്ട് പഠിക്കുന്നതാണ്. അടുത്ത നോക്കിയാൽ മക്കളെ, വൈ സ്ക്വയർ മൈനസ് 4y എന്ന. സോ വൈയുടെ കോഎഫിഷ്യൻ്റ് 4 ആണ്, അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അവിടെ 2 സ്ക്വയർ 4 ആഡ് ചെയ്ത് അല്ലേ, അപ്പം -4 കൂടെ ഇവിടെ കൊടുക്കണം. അപ്പോൾ എന്തായിട്ട് ഇത് മാറി? എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. 9നെ നമുക്ക് എങ്ങനെയും എഴുതാം? 3 സ്ക്വയർ എന്നും എഴുതാം അല്ലേ. സോ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ. ഇപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് മാറിയില്ലേ. സെൻറ്ററും അറിയാം, സെൻറ്റർ എച്ച് കെ, സെൻറ്റർ എന്ന് പറയുന്നത് 1 2 എന്നും കിട്ടി. റേഡിയസ് ആർ എന്ന് പറയുന്നത് 3 എന്നും കിട്ടി. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്റർ വേണമെങ്കിലും ഓപ്ഷനായിട്ട് ചോദിക്കാം.
ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദിച്ചാലും അപ്പോൾ നമ്മളിവിടെ എന്നാ ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കുക. സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കാനായിട്ട് ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുവരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എസെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് is 1/3 and its center is at the origin. If one of the directrices is x which is equal to 9, then the equation of the ellipse is. എലിപ്സിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എസെൻട്രിസിറ്റി ഇ തന്നിട്ടുണ്ട് c/a which is equal to 1/3. ഓക്കെ, ആൻഡ് its center is at the origin എന്ന് പറഞ്ഞിട്ടുണ്ട്. if one of the directrices x is equal to എന്നാ തന്നിരിക്കുന്നത്. അപ്പോൾ x is equal to എന്ന് നമ്മുടെ ഡയറക്ട്രിസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിസ് എന്ന് പറഞ്ഞാൽ x is equal to plus or minus a/e എന്നായിരുന്നു ഹൊറിസോണ്ടൽ എലിപ്സ് ആണെങ്കിൽ. വെർട്ടിക്കൽ ആയിരുന്നെങ്കിൽ y is equal to എന്ന് പറഞ്ഞായിരുന്നു. സോ ഇവിടെ x is equal to എന്ന് തന്നേക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി സംഭവം എന്താണ്, ഹൊറിസോണ്ടൽ എലിപ്സ് ആണ്. ഹൊറിസോണ്ടൽ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്, x² / a² പ്ലസ് y² / b² is equal to 1 ആണ്. സോ ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് മനസ്സിലായി. ഇതിൽ എയും ബിയും ഒക്കെ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏതാണ് ആ ഇക്വേഷൻ എന്നും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് തന്നിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ a/e എന്ന് തന്നിരിക്കുന്നത് എന്താണ്, 9 ആണ്. അപ്പോൾ നോക്കിയാൽ മക്കളെ, ഇതിൽ നിന്ന് ഈ ഒരു രണ്ടാമത് എഴുതിയ ഇക്വേഷനിൽ നിന്ന് ഇ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, a/9 എന്ന് എഴുതാം. എ ആണിത്, a/9. സോ ഇവിടെ ഇയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇവിടെയും ഇയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും, ഒന്ന് നോക്കിക്കേ. ഇക്വേഷൻ 1 is equal to ഇക്വേഷൻ 2. That is 1/3 is equal to a/9. a is equal to 9/3. ആൻസർ 3. എയുടെ വാല്യൂ 3 എന്ന് കിട്ടി. എയുടെ വാല്യൂ 3 എന്ന് കിട്ടിയാൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. therefore c/a is equal to 1/3 implies c is equal to a/3. that is 3/3. ആൻസർ 1 എന്ന് കിട്ടി അല്ലേ. എയുടെയും വാല്യൂ കിട്ടി, സിയുടെയും വാല്യൂ കിട്ടി. പക്ഷേ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ ആരെ വേണം, ബി വേണം അല്ലേ. നമുക്കറിയാം c² is equal to a² minus b² ആണ് ഏതിൻ്റെ കേസിൽ, എലിപ്സിൻ്റെ കേസിൽ. ഹൈപ്പർബോള ആണെങ്കിൽ അത് പ്ലസ് ആയിരിക്കും. സോ c², 1² is 1, a² 9 minus b². സോ b² is equal to 9 minus 8, 8 എന്നും കിട്ടി. നമുക്ക് ബിയുടെ ആവശ്യമില്ല, b² മതി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിട്ട് വരും, x² / a². a എത്രയാണ്, 3 എന്ന് കിട്ടി. സോ 9 പ്ലസ് y² / b² is 8 which is equal to 1. 8x² plus 9y² divided by 72 അല്ലേ. 9 into 8 72. so which is equal to 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 72 എന്ന് കിട്ടും. 8x² plus 9y² is equal to 72. ഓപ്ഷൻ ഇ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എസെൻട്രിസിറ്റിയുടെ ഫോർമുല ഓർത്തിരിക്കണം, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിസിസ് ഓർത്തിരിക്കണം, c² is equal to a² minus b² ആണെന്ന് ഓർത്തിരിക്കണം. x is equal to എന്ന് തന്നേക്കുന്നത് കൊണ്ട് സ്റ്റാൻഡേർഡ് ഫോം x² / a² plus y² / b² is equal to a ആണെന്നും മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ ആ പ്രോപ്പർട്ടീസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ദ ഫോസൈ ഓഫ് ദ എലിപ്സ് ആണ് ചോദ്യം. x², അതായത് എലിപ്സിന് ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. x² / 49 plus y² / 24 is equal to 1. ആദ്യം തന്നെ ഇത് ഏത് ടൈപ്പ് എലിപ്സ് ആണെന്ന് മനസ്സിലാക്കണം. ഇത് ഏത് ടൈപ്പാണ്, x² / a² plus y² / b² ആണ് അല്ലേ. അതായത് മേജർ ആക്സിസ് എന്ന് പറയുന്ന എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എലിപ്സ് ആണ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് a² എന്ന് പറയുന്നത് 49 ആണ്, b² എന്ന് പറയുന്നത് 24 ആണ്. ഫോസൈയുടെ കോർഡിനേറ്റ്സ് എന്തായിരുന്നു, കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ
പ്ലസ് ഓർ മൈനസ് C0 ആയിരുന്നു. അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എലിപ്സ് ആണ്. സോ C² ഇസ് ഈക്വൽ ടു A² മൈനസ് B². C² ഇസ് ഈക്വൽ ടു 49 മൈനസ് 24. ആൻസർ ഈസ് 25. C ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് കിട്ടും. ദെയർഫോർ ഫോസൈ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 50 ഓർ സെപ്പറേറ്റ് എഴുതാം 50 എന്നും ആൻഡ് മൈനസ് 50. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a hyperbola, the vertices are at 60 minus 60. If the foci are 2 root 10 0 and minus 2 root 10 0, then the equation of the hyperbola. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇത്, ഏത് ടൈപ്പ് ഹൈപ്പർബോളയാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടീസസ് തന്നിട്ടുണ്ട്. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടീസസ് ഏത് ഫോമിലാണ് തന്നിരിക്കുന്നത് മക്കളെ? കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് A0 ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ? അതായത് എക്സിലാണ് വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ടൈപ്പ് ആയിരിക്കും? ഹൊറിസോണ്ടൽ ഹൈപ്പർബോളയാണ് അല്ലേ? അതായത് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നതാണ് എക്സ് ആക്സിസ് ആണ്, കോഞ്ചുഗേറ്റ് ആക്സിസ് വൈ ആക്സിസും ആണ്. അടുത്തത് കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് തന്നിരിക്കുന്നത്? പ്ലസ് ഓർ മൈനസ് C0 എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ഫോർമുല ആദ്യം തന്നെ എഴുതണം. x² ബൈ A² മൈനസ് y² ബൈ B² ഈസ് ഈക്വൽ ടു 1 എന്നാണ്. സോ ഇവിടെ എയും സിയും തന്നിട്ടുണ്ട്, ബി കണ്ടുപിടിക്കണം അല്ലേ? നമുക്കറിയാം C² ഈസ് ഈക്വൽ ടു A² പ്ലസ് B² ആണ് ഹൈപ്പർബോളയുടെ കേസിൽ. സോ B² എന്ന് പറയുന്നത് C² മൈനസ് A². സോ ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 2 root 10 ആണ്. അതിൻ്റെ സ്ക്വയർ മൈനസ് എ എന്ന് പറയുന്നത് 6 ആണ്, ദ ഹോൾ സ്ക്വയർ. സോ 2² ഈസ് 4. 4 ഇൻറ്റു റൂട്ട് 10ൻ്റെ സ്ക്വയർ 10 ആണ്. സോ 4 ഇൻറ്റു 10 40. 40 മൈനസ് 36. ആൻസർ ഈസ് 4. സോ B² 4 എന്ന് കിട്ടി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇനി എഴുതാമല്ലോ. ദെയർഫോർ x² ബൈ A² 36 minus y² by B² 4, which is equal to 1. x² by 36 minus y² by 4 is equal to 1 എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ഓഫ് ദ പരാബോള. നമുക്കറിയാം പരാബോളയുടെ കേസിൽ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഈക്വൽ ടു 4a ആണ് എല്ലാ കേസിലും. സോ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോമിലാണ് y² ഇസ് ഈക്വൽ ടു 4ax ഫോമിലാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ 4a എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? 1 ആണ് അല്ലേ? സോ 4a 1 എന്ന് കിട്ടിയാൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഇസ് ഈക്വൽ ടു 4a ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെയും കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെയും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഈ ചാപ്റ്ററൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക. All the best. Okay, thank you.